ഞാനൊരു അരമണിക്കൂറിലെത്തും. നീ എന്താടാ ആദ്യമായിട്ടാണോ ചെയ്യുന്നേ? അരിയത് മതിയടാ. നീ വെക്കടാ ഫോണ്. ഓ പുഷ്പാഞ്ജലി ആതിര, പരീക്ഷയാണ്. വിളിച്ചാ വെളിപ്പുറത്താ. മംഗല്യ സൂക്തം പ്രണവ്. ഊരുട്ടാതി അല്ലേ നാള്? വെറുതെയാ. വയസ്സ് 52ആയി. ഒരേ നിൽപ്പാ. നീ എന്തിനാടാ എന്നോട് ദേഷ്യപ്പെടുന്നേ? സ്വന്തം മോൻ കല്യാണം കഴിച്ചു കാണണമെന്ന് ആഗ്രഹിക്കണം ഇത്ര വലിയ തെറ്റാണോ? കടവും കടത്തിന്റെ കൂടും അതിന്റെ ഇടയിലാണ് വഴിപാടും കല്യാണം. ഞാനൊന്നും പറയണില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അമ്മിണിയമ്മേ, പറഞ്ഞ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. ഇവിടെ കടന്ന് കഷ്ടപ്പെടാതെ ദുബായിലാണെങ്കിൽ ഞാൻ ടപ്പേന്ന് കല്യാണം നടത്തിനെ. ഞാൻ നാളെ തന്നെ ദുബായിക്ക് പോവാ. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ചേട്ടൻ ഒരു 3-4 എണ്ണത്തിനെ കണ്ടുപിടി. ഞാൻ ടപ്പേന്ന് കെട്ടാ. ഒരു ടപ്പേക്കാരൻ. പറഞ്ഞാലും കേൾക്കില്ല. അമ്മേ, ഞാൻ ഇറങ്ങിട്ടോ. ആ ഇലക്ഷനൊക്കെ അല്ലേ ഉണ്ണി? കച്ചവടം നന്നായിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി കച്ചവടമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ കാശ് ആ സമയത്ത് കടയടച്ച് വീട്ടിയിരിക്കുമോ ലാഭം. ആ പാപ്പച്ചൻ ചേട്ടോ. എന്തോ രാമേട്ടാ, എന്തുണ്ട് ശേഷം? എന്തു പറയാനാ, ഇങ്ങനെയൊക്കെ പോണു. നിന്റെ കാറ്ററിംഗ് എങ്ങനെയുണ്ട്? ഓ, നന്നായി പോണോട്ടാ. ഒരു ചായ നടാ. ആഹാ, വലിയ വലിയ കാറ്ററിംഗ് മുതലാളിമാരൊക്കെ ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്. എന്താന്നറിയില്ല, ഇവൻ ഇതിൽ എന്തോ ഇടുന്നുണ്ട്. രാവിലെ ഇവന്റെ ചായ കുടിച്ചില്ലെങ്കിൽ കൈ ഭയങ്കര വിറക്കല. ആ ചേർക്കുന്നതിന്റെ പേരാണടാ സ്നേഹം. അപ്പൊ ശരിടാ, ബാക്കി സ്നേഹം നീ കുടി. ഓ, ഇന്നേ 350 പേരെ പരിപാടി. എന്താടാ? ഓടാ. അപ്പൊ ശരിടാ. ഓക്കെടാ.
ഈ കത്തിയും പീലൊന്നും പെട്ടെന്ന് കൊണ്ട് കളയണം കേട്ടോ. എന്തുവാടേ ഇത്? ഇത്ര നേരമായിട്ട് ഇതാ കാണിച്ചു വെച്ചേക്കണേ. ഞാൻ അവിടെ ചുമ്മാ ഇരിക്കൊന്നുമല്ലായിരുന്നു. അരി കഴിക്കൊണ്ടിരുന്നപ്പോഴാണ് വെള്ളം തീർന്നത്. മോട്ടർ അടിക്കാൻ മേലെ ചിലപ്പോൾ പൈപ്പ് താഴെ കിടക്കുന്നു. അതെടുത്ത് മേലെയിട്ട് താഴെ വന്ന് സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ സാധനങ്ങളില്ല. ഉപ്പില്ല, മല്ലിപ്പൊടിയില്ല, മുളക് പൊടിയില്ല. അപ്പൊ ഇന്നലെ സാധനം വാങ്ങി തന്ന പൈസയോ? അത് ഞാൻ ഫോൺ റീചാർജ് ചെയ്തു. വിൽക്കുന്നുണ്ടല്ലോ. നീ ആ ഷീലാനിന്റെ അടുത്ത് വേണ്ട സാധനങ്ങൾ പോയി മേടിച്ചേ. രാവിലെ തന്നെ എടുക്കുന്നത് മോശമല്ല ആശാനെ. ആടാ, ഇനി അതുകൂടി ഞാൻ ചെയ്യാം. ഷീലാൻറ്റി, ഷീലാൻറ്റി, കൊതുകാൻറ്റി അല്ല, ഷീലാൻറ്റി ഇല്ലേ ഇവിടെ? ഷീലാൻറ്റിയേ ആരും കാണുന്നില്ല. ആ പ്രണവോ? മുളക് കൂടി ഉണ്ടോ? ആ ഉണ്ടല്ലോ. ഇച്ചിരി പഞ്ചാര, കുറച്ച് മഞ്ഞപ്പൊടി. അപ്പൊ എല്ലാം വേണമല്ലേ? അപ്പുറത്തേക്ക് വാ. ബാക്കി നാളെ ചോദിക്കാം. ഇതാ. ആ മെറിനെപ്പോഴാ വന്നേ? അവൾ ഇന്നലെ വന്നു. ഇവളെന്ത് പെണ്ണെ നോക്കി പിടിക്കുന്നു? അയ്യോ, എൻ്റെ കവർ എടുത്തു. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? രാവിലെ തന്നെ വന്നോളും ഓരോന്ന് ഉറക്കം കളയാൻ. ഇത് നിന്റെ ബാംഗ്ലൂരല്ല. ആ പിള്ളേരെ കണ്ടുപിടിക്ക്. അവര് രാവിലെ വന്ന് ജോലി തുടങ്ങിക്കഴിഞ്ഞു. അതെങ്ങനെയാ? പോത്ത് പോലെ കിടന്നുറങ്ങും. നട്ടുച്ചയാകുമ്പോൾ എണീറ്റ് വരും. എന്നിട്ട് ആരെങ്കിലും കാണുമ്പോൾ മുഖം വീർപ്പിച്ചുണ്ടെങ്കിൽ നിൽക്കും. അവക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് പോയി പല്ല് തേച്ചിട്ട് വാ പെണ്ണേ. ആ ഞാൻ ആശാനെ. ഓ വേണ്ടേ, സാറിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാ പറ്റിയ ആശാനെ? ഒന്നുമില്ലടാ, ഒരു സമാധാനം ഇല്ലാന്നേ. ഈ വർക്കിന് തന്നെ ഇപ്പൊ 5 പൈസ കിട്ടുക. ഇതാ ബാങ്ക് മാനേജറല്ലേ, പുള്ളിയുടെ വർക്കാന്നേ. ജപ്തി ഒന്ന് മാറ്റി തന്നതിന് ഓരോ മാസം ഓരോ പരിപാടിയാന്ന് പറഞ്ഞ ഫുഡ് കൊണ്ടുപോകല്ലേ. ഇന്നത്തെ ഓർക്കും പുള്ളിയുടെ ആന്നേ. നമ്മളെ പോലുള്ള പാവങ്ങളൊക്കെ പറ്റിച്ചിട്ട് അങ്ങനെ എന്നാ കിട്ടാൻ ആശാനെ? കൊണ്ടുപോയി തിന്നട്ടെ, നമ്മള് കടക്കാരായി പോയില്ലേ. ഹലോ, നിന്റെ അച്ഛനാ മാറി കളൻ. അച്ഛന് പോടാ. എന്തുവാണ് ആരോടെ നാട്ടിൽ നിർത്തണ ആശാനെ. പണ്ട് ഒരു വാഴപ്പുറം നോക്കി ഉടമസ്ഥ ഉൾപ്പെടെ സകലരും മറന്നു. പക്ഷെ ഈ തെണ്ടി മാത്രം മറന്നിട്ടില്ല. നിനക്ക് അവന്റെ ഫോൺ എടുക്കാതിരുന്നാ പോരടാ. എന്താണെന്നറിയില്ല, അവന്റെ കോള് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് അവന്റെ തന്തയ്ക്ക് വിളിച്ചാലേ എനിക്കൊരു സുഖം കിട്ടും. കിട്ടു. ആ വാടാ. വരുവാ വരുവാ. എടാ കുണുങ്ങാട് കേറാ വരുവാ. മാറണം മുന്നിൽ കിടന്നിട്ടുണ്ടല്ലോ ആശാനെ.
ചേട്ടാ നമുക്കത് നോക്കാം. കറക്റ്റ് സമയത്തിന് എത്തിയില്ല. ഓക്കെയാണ്. ഞാൻ എന്തെങ്കിലും ലേറ്റ് ആയിരുന്നു നടക്കത്തില്ല. അതില്ല, ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടില്ലേ? ആ ഇല്ല, അത് കമ്മീഷൻ കാര്യങ്ങളെല്ലാം വരുന്നു. ആ ആ ഇല്ല, അത് വേറെ നമുക്ക് നോക്കാം. കുഴപ്പമില്ല. ആ ഞാൻ സംസാരിച്ചിട്ടാണ് എടുത്തത്. ഞാൻ കാശന പിന്നെ ഒന്നുകൂടി നോക്കാം. എടാ ദേ, നിന്റെ ലോണിന്റെ കാര്യത്തിൽ തീരുമാനമായിക്കോളും. ഇല്ലേ ഉടനെ ജപ്തി നടപടി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയല്ലേ അറേഞ്ച് ചെയ്യാം, നോക്കട്ടെ. അല്ലേ ജപ്തി നടക്കട്ടെ. ഒന്നുകൂടി സംസാരിച്ച് നോക്കാം. ഇതാണോ സാറേ പരിപാടി? എടാ ഇത് അസോസിയേഷന്റെ പരിപാടിയാ. അത് മാസത്തിലൊരിക്കൽ നടത്തുന്നതാ. ഞാനാ അതിന്റെ പ്രസിഡന്റ്. അപ്പോൾ സാർ മാനേജറല്ലേ? എടാ അത് ബാങ്ക്, ഇത് അസോസിയേഷൻ. ഓ സാറേ ഞാൻ ആ ഇറങ്ങി. ഓക്കെ ഓക്കെ, എല്ലാം ഇറക്കിയില്ലേ? ആ അപ്പൊ ശരി. പിന്നെ അവന്മാരധികം കമ്മീഷനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് വേറെ നമുക്ക് നോക്കാം. ഇത് നമുക്ക് അപ്പുറത്തെ വേറെ പ്ലോട്ട് നോക്കാം. അപ്പൊ ഓക്കേടാ. ഈ നാട് വിട്ട് പോയാലോ എന്ന് വിചാരിക്കുക. എല്ലാം ശരിയാവും കാശന. എന്ത് ശരിയാണ്? ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ഒരു തട്ടുകട ഇട്ടാണെങ്കിൽ ജീവിക്കാം, മനസ്സമാധാനം ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ നാട്ടിലാരുമില്ല. അച്ഛനും അമ്മേനെയും കണ്ട ഓർമ്മ കൂടിയില്ല. എങ്ങനെയോ വളർന്നു. സത്യത്തിൽ ഇവിടെ വന്നേ പിന്നെ ആശാനെ ഞാൻ വയറേറെ ഭക്ഷണം കഴിച്ചത്. ഇനിയെല്ലാം വീണ്ടും പഴയ പോലെ തന്നെ. ഏടാ പൊട്ടാ, ഞാൻ പോവാണെങ്കിൽ നീ ഉണ്ടാവില്ല കൂടെ. ശരിയാണോ ആശാനെ? പിന്നെ അല്ലാണ്ടോ. എന്താണ് അമ്മണിയമ്മേ പുറത്തിരിക്കണേ? എന്തിയേ, എനിക്ക് ഇവിടെ ഇരിക്കത്തില്ലേ? ഇന്ന് സീരിയലൊന്നുമില്ലേ? ഒന്ന് പോടെ ഇറക്കാം. അയ്യോ, അമ്മിണി അമ്മൂമ്മേ താമര കുമ്പിളിൽ എന്തുണ്ട്? ഒന്ന് കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം. കഞ്ഞി കുടിക്കാം. നീ ഇന്ന് ബാങ്കിൽ പോയായിരുന്നോടാ? അച്ഛനായിട്ട് കുറെ കടം വരുത്തി വെച്ചിട്ടുണ്ട്. ആ കൂടെ കാറ്ററിംഗ് എന്നും പറഞ്ഞ് മകനും കുറെ വരുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കടത്തിന്റെ മേതെ കടായി. ഒന്ന് നിർത്തോ, എല്ലാ ദിവസവും ഇതന്നെ. ഞാനായിട്ടൊന്നും പറയുന്നില്ല, നീ എന്താന്ന് വെച്ചാ ചെയ്യും. അമ്മ ജപ്തി ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഒന്നരലും മനസമാധാനം കിട്ടുമല്ലോ. അത് നീ പറഞ്ഞു നേരാ. വീട് മാറി അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും. വിഷമൊക്കെ ഉണ്ടാകും, എന്നാലും സാരമില്ലടാ. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്നാലെങ്കിലും നീ ഒരു കല്യാണം കഴിക്കണം. അതെനിക്ക് നിർബന്ധം. ഇതാ പിന്നെ തുടങ്ങിയ അമ്മ പിന്നെ ഒന്ന് പോയാൻ വന്നു. അല്ലെങ്കിലും നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇരുപത്തഞ്ചും 35 പേർക്ക് ഫുഡ് ഉണ്ടാക്കി മടുത്തു. ഇനി എന്നാണോ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റുക? ഒരുമിച്ചു കള്ളി. എന്താടാ? എന്ത്? ഹായ്. എന്താ? അമ്മ രാവിലെ അങ്കിളിന്റെ വീട്ടിൽ പോയി. എന്തേലും വിശേഷിച്ച്? ചുമ്മാ പോയതാ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല അമ്മ. അയ്യോടാ കഷ്ടം. എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ. എടാ എടാ മീൻ പറ്റിച്ചതും അപ്പം എടുത്തേ. മഞ്ചല്ലേ ഇപ്പൊ കൊണ്ടുവരും. കഴിച്ചിട്ട് നിനക്കില്ല ചോദിച്ചൊരു പീസ് പോലും തരട്ടോ.
കുട്ടി കഴിക്കി. ഫുഡ് എങ്ങനെയുണ്ട്? MBBS-നല്ലേ പഠിക്കുന്നത്? കോഴ്സ് കഴിയാറായി. ശരി, ഞങ്ങളിവിടുന്ന് പോവാ. ഇപ്പോ 1-2 പേർക്ക് കഴിഞ്ഞാ അമ്മ പറഞ്ഞു നിങ്ങൾ പോകുന്നു. അമ്മയ്ക്ക് ഭയങ്കര സങ്കടാ. അച്ഛൻ ഇനി എന്നാ വരിക? ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ നിർത്തി പോരുക. ദുബായ് ജീവിതം മടുത്തൂന്നാ പറയുന്ന. നിന്റെ അച്ഛനാടാ. ഓ ആണോ? എന്നോടാ എന്നെ കള്ളാന്ന് വിളിക്കാറില്ല അച്ഛനെ. ആൻ്റെ അച്ഛൻ മരിച്ചു. ഇനി അച്ഛനെ വിളിക്കരുതെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാവൻ. ഇനിയിപ്പോൾ ഞാൻ ആരുടെ തന്തയ്ക്ക് വിളിക്കും? നിന്റെ അപ്പൻ്റെ തന്തയ്ക്ക് വിളിക്കും. ടിഷ്യൂ അല്ല, ടവൽ. ആ ജോസഫ് ഏട്ടാ, ഇതന്നെ ഈ വഴിക്ക്. അല്ലാതെ നീ അങ്ങോട്ടൊന്നും വരൂല്ലോ. ഡാ, നിന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞങ്ങൾ കൂടുമായിരുന്നു. അതെനിക്കറിയാം, വെള്ളടിക്കാനല്ലേ. ഇതാരാ? ഷീലാൻഡിന്റെ മോള്. ആ, ബാംഗ്ലൂരിലെ കൊച്ച്. ഓ, MBBS. പണ്ട് ചെറുപ്പത്തിലെങ്ങാണ്ട് ഞാൻ കണ്ടു. ഞാൻ അവിടെ ഉണ്ട്. ആ, നീയോ? നീ അവിടെ തന്നെ നിന്നോ, കുഴപ്പമൊന്നുമില്ല. അതെ, ഞാൻ വന്ന ഒരു കാര്യം പറയാനാ. ഒരു 10,500 പേര് വർക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പുഷ്പം പോലെ ചെയ്യില്ലേ? ഓ, ഡെക്കറേഷൻ ഞാനാ. ഫുഡിന്റെ കാര്യം വന്നപ്പോ ഞാൻ നിന്റെ കാര്യം പറഞ്ഞു. അവർക്ക് സന്തോഷം. അവര് മറ്റന്നാ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ എന്റെ ചേട്ടാ, വലിയ ഉപകാരം കേട്ടോ. സത്യം പറഞ്ഞാ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. എവിടെ പോയാലാ? നമുക്ക് പൊളിക്കാടാ. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഓ ഓക്കെടാ. അപ്പൊ ശരി. ഓക്കെ. എന്നാ ഞാനും പോവാ. അമ്മ വൈകിട്ടല്ലേ വരൂ? അതെ അതെ. എന്നാ അവിടെ ഒരു സവാള അടിച്ചിട്ട് പോവാം. അയ്യടാ. പിന്നെ പയ്യെ പോവാ, ഫുഡൊക്കെ കൊടുത്തിട്ടേ. ഷീലാൻഡിയോട് ഞാൻ പറഞ്ഞു. ശരി. കിട്ടോ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലോ. അല്ല എനിക്ക് മതി കേട്ടോ, ബാക്കി നീ അടിച്ചോ. അത് ഞാൻ ഏറ്റവും ആദ്യമായിട്ടല്ലേ നമുക്ക് ഇത്രയും വലിയ വർക്ക് കിട്ടുന്നത്. ഇതിൽ നമ്മൾ പിടിച്ചു തരൂടാ. ആദ്യം നമുക്ക് ആ ഓട്ടോ മാറ്റി ഒരു വാൻ എടുക്കണം. ആദ്യം ആ ബോർഡൊന്ന് മാറ്റി. നീ ആദ്യം കാറ്ററിംഗ് സെന്റർ ഒന്ന് മര്യാദയ്ക്ക് എഴുതാൻ പറ്റും. വലിയ വരയ്ക്ക് ഞാൻ ആചാരെ നമുക്ക് കുറച്ച് പണിക്കാരും കൂടെ വേണ്ടേ? ആദ്യം ഒരു ഫുഡ് എന്താന്ന് പറയട്ടെ. പിന്നെ നമ്മളെ ജോണല്ലേ, അവനെ 2 പിള്ളേരെ വിളിക്കാം. എന്നാ പേടിക്കാശാനെ. ഇതെവിടുന്നാ? ഇത് നാളത്തെ പേരെങ്കിലേ നീ കുടിച്ച മതിയടാ അണ്ടിപ്പരിപ്പ്. സൗണ്ടൊന്ന് കുറയ്ക്കുക. ജോസഫേട്ടന് കടയിൽ വന്നിരുന്നു, വലിയ വർക്കിൻ്റെ കാര്യം പറയാം. ആ വർക്ക് കിട്ടിയാൽ കുറേ പൈസ നമുക്ക് ബാങ്കിൽ അടയ്ക്കാം. ഇനി വർക്കോട് വർക്കായിരിക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരില്ലായിരിക്കും അല്ലേ? ഇറങ്ങണ്ട. ഞാൻ മഹാദേവനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലം എനിക്ക് കിട്ടി. മഹാദേവനല്ല, ജോസഫേട്ടൻ.
ഞാൻ കഴിച്ചു. ഫുഡ് എനിക്ക് വേണ്ട. നാളെ എനിക്ക് ചന്തയിൽ പോണം. നിനക്കിത് നോക്കണം. ആ ജോസഫ് ഏട്ടനോ? എന്നുണ്ട് ജോസഫേട്ടാ? എടാ, കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോടൊരു വർക്കിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അത് അവരാ പോളിന് കൊടുത്തു. നിന്നെ കൊണ്ട് ഇത്രയും വലിയ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർക്കൊരു സംശയം. എടാ മോനെ, ഞാൻ എന്താടാ പറയാ? നിങ്ങൾ വിഷമിക്കണ്ടെന്നേ, ഇതൊക്കെ ജീവിതത്തിൽ സാധാരണ നടക്കുന്ന സംഭവങ്ങളാ. ജോസഫ് ഇരിക്കെ, ചായ ഓ, എടുക്കാം. ചായ ഒന്നും വേണ്ട. എന്നാ ഞാൻ പോട്ടെ മോനെ. സാറേ, എൻ്റെ മോൻ അറിയാതെയാ ഞാനിവിടെ വന്നിരിക്കണേ. എങ്ങനെയെങ്കിലും ഈ ജപ്തി ഒന്ന് ഒഴിവാക്കി തരണം. ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ജപ്തി നടപടിയല്ലാതെ ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഹലോ, അപ്പം ശരി ചേച്ചി. ഇല്ല, 2 ഫയലൂടെ കിട്ടാനുണ്ട്. എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റും. തൽക്കാലം നിന്റെ ജപ്തി ഒഴിവാക്കാനുള്ള കാശ് അങ്കിള് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻറ്റിക്ക് അറിയാലോ, 2-3 വർഷമായി ഞാൻ അവിടെ വന്നിട്ട് ഇതുവരെ വലിയൊരു വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് ക്യാഷ് കിട്ടിയോണ്ട് കാര്യമില്ല. ജീവിക്കാൻ എന്തെങ്കിലും പ്രതീക്ഷയൊക്കെ വേണ്ട ആൻറ്റി. എടാ, മൊത്തം എടുക്കൊന്നും വേണ്ട. അവർക്കൊന്നും ഇഷ്ടപ്പെടണ്ടേ? നിങ്ങൾ പോവാണല്ലേ? അല്ലാതെ വേറെ വഴിയില്ല ആൻറ്റി. ഇനിയിപ്പോൾ ഷീലാൻ്റെ ഉപ്പും മുളകെല്ലാം സേഫ് ആയിരിക്കുമല്ലോ അല്ലേ? ഡാ, നീ പറഞ്ഞത് ഇനി ബോർഡൊന്നും മാറ്റേണ്ട ആവശ്യമില്ലടാ. വല്ലപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് വരാം മീൻ വറ്റിച്ച് കഴിക്കാൻ. അതിനെന്താ, പോരെ. ഷീലാൻറ്റി, ഞങ്ങളിന്ന് ഇറങ്ങുക. ബാക്കിയൊക്കെ ജോസഫ് നോക്കി. സാറേ, വീട്ടിൽ നിന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങും. ബാക്കിയെല്ലാം ജോസഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാർ എന്തെങ്കിലും വിളിച്ചാൽ. എടാ, ഞാൻ വന്ന അതിനല്ല. നീ എനിക്ക് ഫുഡ് കൊണ്ട് തരാറില്ലേ? ആ ഭക്ഷണം കഴിച്ചൊരാൾക്ക് ഭക്ഷണം ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. ആള് വലിയ ബിസിനസ്മാനൊക്കെയാ. അയാൾക്ക് എന്തിനു നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതിനാ ഞാനിപ്പോൾ വന്നേ. Yeah, that's fine. I'm in Kerala at the moment. Yeah, we'll be call you back. Yeah, it's okay. സാർ, ഇതാ സാർ അന്വേഷിച്ച പ്രണവ്. നമസ്കാരം. ഹായ്. എടോ പ്രണവ്, തൻ്റെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ സിസ്റ്ററുടെ മാരേജാണ്. ഈ സെറ്റപ്പൊന്നുമല്ല, ഇറ്റ്സ് എ ബിഗ് ഇവൻറ്റ്. താനും തൻ്റെ പിള്ളേരും അങ്ങ് വന്നാൽ മതി. ബാക്കി സെറ്റപ്പ് ഞാൻ ചെയ്തോളാം. പിന്നെ അഡ്വാൻസ് അത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ കൈപുണ്യം അത് തനിക്കുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കാണാം. ഹലോ, യാ, 1/2 മണിക്കൂറിൽ എത്തും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. യാ, കോളി ബൈ. ഡാ, ഞാൻ ഇത്ര നാളും വാങ്ങിയ ഫുഡിൻ്റെ ക്യാഷില്ലേ, അത് ഇതിൻ്റെ കമ്മീഷനായിട്ട് കരുതിയാൽ മതി. ഓക്കെ? കൊണ്ടുവരാ.
ഞാൻ അമ്മേനെ ഒന്ന് വിളിക്കട്ടെ. വിളിക്കണ്ട, നമുക്ക് നേരിട്ട് പോയി പറയാം. അതാ നല്ലത്.